സുഹൃത്ത് ധന്യയാണ് ഇതിനൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി അഞ്ജിത ഫോണിൽ സംസാരിച്ചത്, മെസ്സേജ് അയച്ചതൊക്കെ ധന്യമായിരുന്നു. ഇപ്പോഴാണ് അവസാനമായി സംസാരിച്ചത്. ഇന്നലെ രാവിലെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു, ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്, ഞാൻ ഇറങ്ങുവാണെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. അതിന് മുമ്പ് ഞാൻ വൈകുന്നേരം 4:10 മെസ്സേജ് അയച്ചു, ഞാൻ ഇറങ്ങുവാണ്, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ഹാപ്പി ജേണി. പക്ഷേ ഇങ്ങനൊരു ജേണി ഒന്ന് കരുതിയില്ല. എനിക്കിവിടെ വിളിച്ചാൽ കോള് കിട്ടത്തില്ല, റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ടെക്സ്റ്റിലേക്ക് വന്നത്, ഇല്ല അവൾ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം എൻ്റെ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് നഷ്ടപ്പെട്ടേക്കുന്നത്. ഇനി അവിടെ ശബ്ദമില്ല, പ്രസൻസ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തമ്മിൽ കണ്ടിരുന്നു. കുറച്ച് നേരം, 1 മണിക്കൂറോളം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അന്നേരമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ക്ലൈമറ്റിൻ്റെ വിഷയമുണ്ട്, അവൾക്ക് ബാക്ക് പെയിൻ ഉണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു വരുവാണ്. അപ്പോൾ ഒരു ഫയൽ സെൽഫ് അറ്റസ്റ്റഡ് എഴുതി വിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവൾ ഓടി വന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു വരവായിപ്പോയി. വീണ്ടും സർക്കാർ സർവീസിലേക്ക് തിരിച്ചു കയറാനായിരുന്നു. തീർച്ചയായിട്ടും അവൾക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിൻ്റെ പുറകെ അവൾ 1 മാസത്തോളം നാട്ടിൽ നിന്ന് കഴിഞ്ഞ് വീട് പണി നടക്കുന്നതുകൊണ്ടാണ് തിരിച്ചു പോയത്. അല്ലെ അവൾ തിരിച്ചു പോകില്ലായിരുന്നു. ഇവിടെ ജോലി കിട്ടിയിരുന്നു, ഇവിടെ തന്നെ നിന്നേനെ. അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. പക്ഷേ പേപ്പർ ശരിയാകാഞ്ഞത് കൊണ്ട് തിരിച്ചു പോയത്. അയ്യോ ഉണ്ടോന്നോ, ഞങ്ങൾ തമ്മിൽ കോൾ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയമില്ല. ഇപ്പം അവൾ എന്തിനേലും അടുക്കളയിൽ കയറുന്ന സമയത്തായിരിക്കും എന്നെ വിളിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഫ്രീ ആണെങ്കിൽ ആ കോൾ മണിക്കൂറുകളോളം തുടർന്ന് പോകും. എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് എന്നെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത് അവളാണ്. അത് ഒരു ദിവസം തന്നെ 3-4 മണിക്കൂറോളം ആ കോൾ നീളുമായിരുന്നു. വൈകുന്നേരം എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങിന്ന് കാണുമ്പോൾ ആ കോൾ കട്ട് ചെയ്ത് പുറത്തു പോകും. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പ്രാണന. എണ്ണം വർഷങ്ങളില്ല എൻ്റെ മുന്നിൽ. എനിക്ക് ഓർമ്മ വെച്ച പ്രായം തൊട്ട് അടുപ്പമാണ്. എനിക്ക് തുളസിമ്മയും പിള്ളേരെ ഫേസ് ചെയ്യാൻ വയ്യ. എനിക്ക് അവളില്ലാത്തൊരിടത്തേക്ക് എനിക്ക് വയ്യ. ഒരു സങ്കടം. അവളെല്ലാം ഉണ്ടാക്കിയിട്ട്, പിള്ളേർക്കും അമ്മയ്ക്കും എല്ലാം ഉണ്ടാക്കിയിട്ട്, പക്ഷെങ്കിൽ അവൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാനോ ഒരു ദിവസം കിടക്കാനുള്ള യോഗം ഉണ്ടായി. അവിടെ ഇരുന്ന് തന്നെ ഈച്ച് ആൻഡ് എവരി കോർണർ അവൾ ആ വീടിൻ്റെ തന്നെ പണി. നമസ്കാരം. അഹമ്മദാബാദിൽ മരണപ്പെട്ടു പോയ രഞ്ജിതയുടെ ഉറ്റ സുഹൃത്തിൻ്റെ വാക്കുകളാണ്, നമ്മളെ കരളലിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മളിപ്പം കേട്ടത്. എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെ കഴിഞ്ഞ ദിവസം വരെ നമ്മളോട് മിണ്ടിപ്പറഞ്ഞ് സംസാരിച്ച് എല്ലാ ദിവസവും ഫോൺ വിളിച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന ആ തൻ്റെ സ്വന്തം കൂട്ടുകാരിയാണ് നഷ്ടപ്പെട്ടെന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരിക്കലും സഹിക്കാനാവില്ല. അത് നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ നമ്മളെ അടുത്തറിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഉറ്റ സുഹൃത്തിൻ്റെ അടുത്താണ്. അങ്ങനെയുള്ള ആ ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന മാനസിക അസ്വസ്ഥത എന്തുമാത്രമാണ്. അതും ഈ സുഹൃത്തിന് ഒരാപത്ത് വന്നപ്പോൾ തൻ്റെ കൂടത്തിൽ നിന്ന് എല്ലാ ദിവസവും ഫോൺ വിളിച്ച് മണിക്കൂറുകൾ സംസാരിച്ച് വിവരങ്ങളെല്ലാം തിരക്കി ഉറങ്ങുന്നിടം വരെയും ഫോൺ വിളിച്ച് ആശ്വസിപ്പിച്ച് അത്രയും മാത്രം സ്നേഹമുണ്ടായിരുന്ന ആത്മാർത്ഥ മിത്രങ്ങളാണ് ഇവർ തമ്മിൽ. അങ്ങനെ ഉണ്ടായിരുന്ന ആ സുഹൃത്ത് നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തെ വേദന എത്രമാത്രമാണെന്ന് ആ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ചില മാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഓടി വന്ന് വീഡിയോ എടുക്കുന്നത്. അവരുടെയൊക്കെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവരിങ്ങനെ പറയുന്നത്. എന്തുമാത്രം വിഷമമുണ്ട് ആ സമയത്ത്, എങ്ങനെയാണ് അവർ ആ സാഹചര്യം തരണം ചെയ്യുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത്രമാത്രം നമ്മൾ കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ ആ സഹിക്കാൻ പറ്റത്തില്ലാത്ത രംഗങ്ങളാണ് ആ സമയത്ത് ആ വീട്ടിൽ, അത് ഉറ്റവർക്കും മിത്രങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടാകുന്നത്. വെറുതെക്കാർക്കാണെങ്കിൽ പോലും കണ്ണീരലിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ വീഡിയോയിൽ, ആ ദൃശ്യങ്ങളിൽ, ആ കുട്ടികളുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്.
അങ്ങനെയുള്ളപ്പോൾ അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ കൂടുതലും നമ്മുടെ പിന്നെ അമ്മയോടൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടാണ് നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നമ്മൾ രക്ഷകർത്താക്കളോടൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ചില പരിധിയുണ്ട്. അങ്ങനെയുള്ളപ്പം പോലും അതെല്ലാം ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ആത്മാർത്ഥ മിത്രങ്ങളോടായിരിക്കും. അത് ഒരാൾ മതി നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. അങ്ങനെയുള്ള ഒരു സുഹൃത്തായിട്ടാണ് നമുക്ക് ഈ പുള്ളിക്കാരത്തിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത് അതിൻ്റെ വിഷമം പറഞ്ഞതാണ്. കരയുന്ന വാക്കുകൾ കാണുമ്പം തന്നെ അതിന് സംസാരിക്കാൻ വാക്കുകൾ ഇടറുകയാണ്. ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷെ നമുക്കത് കുറേ കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, സമാധാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാനേ പറ്റുകയുള്ളൂ. പക്ഷേ അവരുടെ ആ അന്നേരത്തെ അവസ്ഥ ഇനി ഒരിക്കലും തൻ്റെ കൂട്ടുകാരിയെ കാണാൻ പറ്റില്ല, അവളുടെ ആ വിളി വരികയില്ല, ഉടനെ വരുമെന്ന് പറഞ്ഞു പോയ ആ വാക്കുകൾ അതെല്ലാം ഇല്ലാതായിരിക്കുകയാണ്. ഇനി ഒരിക്കലും തൻ്റെ ആത്മമിത്രത്തെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയും വിഷമങ്ങളും ഒക്കെയാണ് ആ വാക്കുകളിൽ ഉണ്ടാകുന്നത്. ഇതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.